അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരങ്ങളെ, നമുക്കറിയാവുന്ന ഒരുപാട് സ്വഹാബത്തുണ്ട്. പരിശുദ്ധമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നബിത്തങ്ങളെ ദഅവത്തിൻ്റെ ഭാഗമായി സഹായിച്ച സ്വഹാബത്ത്. അതിൽ പെട്ട പ്രധാനപ്പെട്ട ഒരു സ്വഹാബിയാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. ബിലാൽ റളിയല്ലാഹു അൻഹു, നമ്മൾ ഒരുപാട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടതാണ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ വായിച്ചതാണ്. ആ ബിലാൽ റളിയല്ലാഹു അൻഹു ഉമയ്യത്തിൻ്റെ വീട്ടിലെ അടിമയായിരുന്നു. ഉമയ്യത്തിൻ്റെ പിതാവാകുന്ന ഖലഫ്, ആ ഖലഫിൻ്റെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ വാപ്പ റബാഹ്. ബിലാൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയുടെ പേര് ഹമാമ എന്നാണ്. മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അസ്ലമ ഖദീമ, ഇസ്ലാമിൻ്റെ തുടക്ക സമയത്ത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തി മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. വഹുവ, അദ്ദേഹം അവ്വലുമൻ അൽഹറ ഇസ്ലാമഹു ബിമക്ക, പ്രബോധന ഘട്ടത്തിൽ രഹസ്യമായി പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ ഇസ്ലാമിനെ ആദ്യമായി വെളിവാക്കിയ ചിലരുണ്ട്. അവരിൽപ്പെട്ട ഒരു ആളാണ് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ഇസ്ലാം വെളിവാക്കിയതിൻ്റെ പേരിൽ ഉമയ്യത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ പട്ടിണിക്കിട്ടിട്ടുണ്ട്. ക്രൂരമായ പീഡനങ്ങളും ക്രൂരമായ വേദനകളും ക്രൂരമായ ത്യാഗങ്ങളും ക്രൂരമായ ആക്ഷേപങ്ങളും മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. അവസാനം തൻ്റെ വിശ്വാസത്തിൽ നിന്നും മാറുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഉമയ്യത്ത് അവൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, അവൻ്റെ അനുയായികളോട് പറഞ്ഞു, ഈ അടിമയാകുന്ന ഈ ജന്തുവിനെ മരുഭൂമിയിൽ കൊണ്ടുപോയി നിങ്ങൾ പീഡിപ്പിക്കുക. അങ്ങനെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ഉമയ്യത്തിൻ്റെ കിങ്കരന്മാർ വലിച്ചിഴച്ച് ചുട്ടുപൊള്ളുന്ന മണലാരുണ്യത്തിൽ കൊണ്ടുപോയി ഒരു തണലുമില്ലാത്ത ചൂടിങ്ങനെ അടിച്ചു വീശുന്ന, ചൂട് കാറ്റുകൾ അടിച്ചു വീശുന്നതായ മണലാരുണ്യത്തിൽ കൊണ്ടുപോയി നഗ്നനായി ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചു. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു ദാഹം കൊണ്ട് അവരോട് വെള്ളം ചോദിച്ചപ്പോൾ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും അവരെ ഉപദ്രവിക്കുകയാണ്. ക്രൂരമായി ഉപദ്രവിച്ചു. അവസാനം തൻ്റെ ഈമാൻ, തൻ്റെ വിശ്വാസം, ആ വിശ്വാസത്തിൽ നിന്നും അദ്ദേഹം വ്യതിചലിക്കുന്നില്ല. അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയാണ്. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി മരുഭൂമിയിലിട്ട് ചാട്ടവാറ് കൊണ്ടടിക്കുമ്പോഴും അല്ലാഹു അഹദ് അല്ലാഹു അഹദ് എന്ന് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു വിളിക്കുമ്പോൾ ആ വിളിയുടെ ശബ്ദം കേട്ടുകൊണ്ട് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയാണ്. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു തആല അൻഹുവിനെയും കൊണ്ട് അതാ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പോവുകയാണ്. അവിടെ നിന്ന് മോചിപ്പിച്ചു. ഉമയ്യത്ത് ചോദിച്ച പറഞ്ഞ പൈസ കൊടുത്ത് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വാങ്ങിച്ചു. അദ്ദേഹത്തെ സ്വതന്ത്രനാക്കി
പ്രവാചകൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയാണ്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചാരത്തണഞ്ഞു റസൂലുള്ളാൻ്റെ മുഅദ്ദിനായി റസൂലുള്ളാനോടൊപ്പം സദാസമയം മദീനത്തിൻ്റെ പള്ളിയിലുള്ള ഒരു പ്രത്യേകമായ ബഹുമതിയും സ്ഥാനവും മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹിൻ്റെ റസൂൽ കൊടുത്തു. മദീനത്തെ പള്ളിയിൽ ബാങ്ക് കൊടുക്കുന്ന തൻ്റെ മുഅദ്ദിന്മാരിൽ പ്രധാനികളായി ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ അള്ളാഹിൻ്റെ റസൂൽ തിരഞ്ഞെടുത്തു. മറ്റൊരാളാണ് കണ്ണ് കാണാൻ വയ്യാത്ത അന്ധനായ സ്വഹാബിയായ ഉമ്മു മക്തൂം. ആ ബിലാൽ റളിയല്ലാഹു അൻഹു എത്യോപ്യക്കാരനായ അടിമവർഗത്തിൽപ്പെട്ട ബിലാൽ. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധം അടക്കമുള്ള പല യുദ്ധങ്ങളിലും പ്രവാചകന്റെ പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലിനെ സദാസമയം കണ്ടുകൊണ്ടിരിക്കാനുള്ള ഭാഗ്യം കിട്ടിയ കറുകറുത്ത ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. ആ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ചരിത്രത്തിൽ കാണാം, വകാന ഹസന സൗതി, നല്ല ശബ്ദമാധുര്യമുള്ള നല്ല സുന്ദരമായ ശബ്ദമുള്ള ആളായിരുന്നു ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു. വഖദ് അദ്ദന യൗമൽ ഫത്ഹി അലാ ലഹ്രിൽ കഅബ, മക്കം ഫത്ഹിന്റെ സമയത്ത് കഅബയുടെ മുകളിൽ കയറി ബാങ്ക് കൊടുക്കാൻ ഭാഗ്യം കിട്ടിയ ഒരു സ്വഹാബി ഉണ്ടെങ്കിൽ അത് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു ആണ്. ആ ബിലാലിനെ പറ്റിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫസമിഅതു ഖശ്ഫൻ അലൈക അമാമി. മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ബിലാലേ ഇന്നി ദഖൽതുൽ ജന്ന, ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചപ്പോൾ ഞാൻ നിന്റെ കാലടി ശബ്ദം, നിന്റെ ചെരുപ്പിൻ്റെ ശബ്ദം, നിന്റെ നടത്തത്തിൻ്റെ ശബ്ദം ഞാൻ കേൾക്കുകയാണ്. നിന്റെ കാലടി ശബ്ദം കേൾക്കാൻ നീ എന്ത് അമലാണ് ബിലാലെ നീ ചെയ്തത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചപ്പോൾ മദീനത്തിൻ്റെ മുറ്റത്തിരുന്ന് റൗളയുടെ മണ്ണിലിരുന്നു കൊണ്ട് കരഞ്ഞുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മാ തവല്ലഅതു ഇല്ലാ വസല്ലൈതു റകഅതൈനി. നബിയെ, ഞാൻ ഒളു എടുക്കാറുണ്ട്. ആ ഒളു എടുക്കുമ്പോഴൊക്കെ 2 റക്അത്ത് ഒളുഇൻ്റെ സുന്നത്ത് ഞാൻ നമസ്കരിക്കും നബിയെ. സഹോദരങ്ങളെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹു ഏതൊരു അമല് ചെയ്തിട്ടാണ് സ്വർഗത്തിൽ അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ ശബ്ദം, നടത്തത്തിൻ്റെ ശബ്ദം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടത്? ഒളു എടുക്കുന്ന സമയത്ത്, ഒളു എടുത്താൽ ഉടനെ 2 റക്അത്ത് ഒളുഇൻ്റെ സുന്നത്ത് നമസ്കരിക്കണം. വലിയ പ്രതിഫലമാണ്. സ്വർഗത്തിൽ നമ്മുടെ ശബ്ദത്തെയും നമുക്ക് കേൾക്കാൻ കഴിയും. ആ കൂട്ടത്തിൽ ബിലാലിനോടൊപ്പം റളിയല്ലാഹു അൻഹു നമുക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റും. അല്ലാഹുവേ, ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം നീ ഞങ്ങളെയും പ്രവേശിപ്പിക്കണേ അല്ലാഹ്. സ്വർഗത്തിൽ കാലടി ശബ്ദം കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, ജീവിതത്തിൻ്റെ തിരക്കേറിയ ഈ ഓട്ടത്തിൻ്റെ നടുവിൽ പലപ്പോഴും ഒളു എടുത്തുകൊണ്ട് ഫർളുകൾ മാത്രം നമസ്കരിച്ചു പോകുന്ന ഞാനും നിങ്ങളും, ഫർളുകൾ മാത്രം നിസ്കരിച്ച് ശീലമുള്ള ഞാനും നിങ്ങളും, ഇനി മുതൽ അള്ളാഹിൻ്റെ തൗഫീഖ്, അള്ളാഹു നൽകിയ ആരോഗ്യം കൊണ്ട് നമ്മൾ ഈ ഒരു അമൽ ചെയ്യണം. ഈ ഒരു കാര്യം വുളൂഇൻ്റെ 2 റക്അത്ത് വളരെ മഹത്വമുള്ളതാണ്. അള്ളാഹുവിൻ്റെ മഹാന്മാരൊക്കെ അവരുന്നതമായ സ്ഥാനത്തെത്തിയത് ഇതുപോലുള്ള സുന്നത്ത് നമസ്കാരങ്ങളിലൂടെയാണ്. വലിയ പ്രതിഫലമാണ്, സ്വർഗമാണ് അള്ളാഹു തരുന്നത്. ആ സ്വർഗത്തിൽ നമ്മുടെ കാലടി ശബ്ദം കേൾക്കാൻ കഴിയും. ആ ഒരു വിഭാഗത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.